ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ നമ്മുടെ ശരീരത്തിലെ ചലനത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയായ പാർക്കിൻസണിസം എന്ന രോഗത്തെക്കുറിച്ചാണ്. ഈ പാർക്കിൻസണിസം രോഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും പാർക്കിൻസണിസവും പാർക്കിൻസൺസ് ഡിസീസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ, അതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള എക്സർസൈസ് ചെയ്താൽ ഈ രോഗത്തിൻ്റെ കാഠിന്യത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. പാർക്കിൻസണിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ചില ലക്ഷണങ്ങൾ കടന്നു വരും. അതിൽ ആദ്യത്തെ ലക്ഷണമാണ് വിറയൽ, അതായത് ട്രെമർ. സാധാരണയായി വിറയൽ ഏതെങ്കിലും ഒരു വശത്തെ കയ്യിലോ കാലിലോ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്. ഇത് വിശ്രമിക്കുന്ന അവസ്ഥയിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. എന്തെങ്കിലും കയ്യിൽ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ വിറയൽ കുറവായിരിക്കും. രണ്ടാമതായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പേശികളുടെ ദൃഢത അല്ലെങ്കിൽ റിജിഡിറ്റി. എല്ലാ സന്ധികളും ചലിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മൊത്തമായിട്ട് ഒരു ടൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു കാഠിന്യം നമുക്ക് അനുഭവപ്പെടുക, റിജിഡിറ്റി അനുഭവപ്പെടുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ സ്പീഡിലായിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നടത്തത്തിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു വരിക, അതായത് പ്രവൃത്തികളിലൊക്കെ നമ്മൾ അങ്ങോട്ട് സ്ലോ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ബ്രാഡിക്കൈനേഷ്യ. നാലാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബാലൻസ് ഇല്ലായ്മയാണ്. പാർക്കിൻസൺസ് രോഗികളിൽ വീഴ്ചകൾ സാധാരണമാണ്. അവർ പടികളൊക്കെ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിരപ്പില്ലാത്ത തറയിലൂടെ നടക്കുമ്പോഴോ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ പെട്ടെന്ന് തിരിയുമ്പോഴൊക്കെ ബാലൻസ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ ഈ പറഞ്ഞ രോഗികളിൽ മറ്റ് ചില ലക്ഷണങ്ങളും കാണാം. അവരുടെ കൈയക്ഷരത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയും തീരെ എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാം. മുഖത്തെ പേശികളുടെ ദൃഢത കാരണം മുഖത്ത് ഭാവമാറ്റങ്ങൾ കൊണ്ടുവരാൻ രോഗിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പലപ്പോഴും അവരുടെ മുഖത്ത് ഒരേ ഒരു ഭാവമായിരിക്കും. സാധാരണയായി നമ്മൾ നടക്കുമ്പോൾ കൈകൾ വീശിയാണ് നടക്കുന്നത്. എന്നാൽ ഈ പാർക്കിൻസൺസ് രോഗികൾ നടക്കുമ്പോൾ കൈകൾ വീശാൻ സാധിക്കുകയില്ല. അവരുടെ സംസാരം വളരെ പതിഞ്ഞതും ഒരേ ടോണിലുള്ളതുമായിരിക്കും. അങ്ങനെ പല മറ്റ് ചില മാറ്റങ്ങളുമൊക്കെ നമ്മൾക്ക് ഈ രോഗികളിൽ കാണാവുന്നതാണ്. പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം അല്ലെങ്കിൽ പോലും നേരത്തെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ അസുഖത്തിൻ്റെ തീവ്രത കൂടുന്നത് വലിയ ഒരളവ് വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതോടൊപ്പം രോഗിക്ക് പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ നോക്കാനും സാധിക്കും. ഇഫക്റ്റീവായ മെഡിക്കൽ ആൻഡ് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റൊക്കെ ഉണ്ട് നമ്മൾക്ക്. നേരത്തെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചില രോഗികൾക്കെങ്കിലും മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം, മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ എന്നിട്ടും അസുഖത്തിൻ്റെ തീവ്രത അത്രയൊന്നും കുറയുന്നില്ലല്ലോ. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇനി പറയുന്നത്. പേഷ്യൻസിനെ നമ്മൾ ക്ലിനിക്കിൽ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പാർക്കിൻസണിസം എന്നുള്ള അസുഖത്തെപ്പറ്റി അവർക്കറിയാം. പക്ഷെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ പാർക്കിൻസോണിസം ഇത് തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ കോസോ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് നമ്മൾ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്, മരുന്നുമായിട്ട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും അവർക്ക് വലിയൊരു ധാരണ ഇല്ല. പാർക്കിൻസണിസം എന്ന് പറഞ്ഞാൽ ഒരു അംബ്രല്ല ടേമാണ്. അതിനകത്ത് രോഗികൾക്ക് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട സിംറ്റംസായ വിറയൽ, റിജിഡിറ്റി, ബ്രാഡിക്കൈനേഷ്യ, ബാലൻസ് പ്രോബ്ലം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു അംബ്രല്ല ടേമാണ് ഈ പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. എന്നാൽ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൻസോണിസം ഉണ്ടാകാനുള്ള ഒരു കോസാണ്. അപ്പോൾ എന്താണ് ഈ പാർക്കിൻസൺസ് ഡിസീസിൽ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റൊക്കെ നല്ല സ്മൂത്തായിട്ട് കോർഡിനേറ്റഡ് ആയിട്ട് നടത്താനായിട്ട് സഹായിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള സിഗ്നൽസൊക്കെ മസിൽസിന് കൊടുക്കുകയും കറക്റ്റായിട്ട് നമ്മുടെ മൂവ്മെൻറ്റ് നടത്തുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന തലച്ചോറിലെ ഈ ഭാഗത്ത് ഈ ഡോപ്പമൈൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായി നടക്കാതിരിക്കുന്നു. അവിടുത്തെ സെൽസ് നശിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് എല്ലാം തന്നെ കറക്റ്റാകാതെ, അതായത് ബ്രെയിന് കറക്റ്റായിട്ടൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു സിഗ്നൽ കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ ഡോപ്പമൈൻ്റെ കുറവാണ് അതിൻ്റെ കാരണം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ഡോപ്പമൈൻ്റെ കുറവ് നമ്മൾ പരിഹരിക്കുകയാണെങ്കിലോ അതിനുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഈ അസുഖത്തിന് നല്ല ഒരു ആശ്വാസം കിട്ടുന്നതാണ്. അതുകൊണ്ട് പാർക്കിൻസണിസവും പാർക്കിൻസൺസ് ഡിസീസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.
വേറെ ഒരു ഉദാഹരണം വെച്ച് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ചില സവിശേഷതകൾ കടന്നു വരും. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല കളർഫുള്ളാണ്, ചിലപ്പോൾ അതിന് പുളിയുണ്ടാകാം, മധുരമുണ്ടാകാം, മരത്തിലോ ചെടിയിലോ ആണ് ഉണ്ടാകുന്നത്, അത് എഡിബിളാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരും. അതുപോലെയാണ് പാർക്കിൻസണിസം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ആപ്പിൾ എന്ന് എടുത്തു പറയുകയാണ്. അപ്പോൾ അത് ഫ്രൂട്ടാണോയെന്ന് ചോദിച്ചാൽ ഫ്രൂട്ടാണ്. ഫ്രൂട്ടിൻ്റേതായ എല്ലാ സവിശേഷതകളും അതിനുണ്ട്. പക്ഷേ അതൊരു സിംഗിളായിട്ടുള്ള ഒരാളാണ്, ഒരു സിംഗിൾ ഫ്രൂട്ടാണ്. അപ്പോൾ അത് ആപ്പിളിൻ്റെ മരത്തിലാണ് ഉണ്ടാകുന്നത്. അതിന് റെഡ് കളറാണ്, അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റാണ്. അങ്ങനെ അപ്പോൾ മറ്റേതൊരു അംബ്രല്ല ടേമാണ്, ഇതൊരു സിംഗിൾ ടേമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ് നമുക്ക് മനസ്സിലായി. ഇനി സെക്കൻഡറി പാർക്കിൻസണിസവും എറ്റിപ്പിക്കൽ പാർക്കിൻസണിസവും അതിൻ്റെ കോസസാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. മരുന്ന് പ്രോപ്പറായിട്ട് കഴിച്ചിട്ടും രോഗത്തിൻ്റെ തീവ്രത കുറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ പാർക്കിൻസോണിസവും ഈ പറഞ്ഞതുപോലെ പാർക്കിൻസൺസ് ഡിസീസ് മൂലം അല്ല ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ അത് എറ്റിപ്പിക്കൽ പാർക്കിൻസോണിസം ആയിരിക്കും. എറ്റിപ്പിക്കൽ പാർക്കിൻസോണിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിൽ ബ്രെയിനിൽ ഒരു എക്സ്റ്റെൻസീവ് ഡാമേജ് ആണ് ഉണ്ടാകുന്നത്. സബ്സ്റ്റാൻഷ്യ നിഗ്രയ്ക്ക് അപ്പുറവും ബ്രെയിനിൽ നമ്മൾക്ക് ഒരു ഡീജനറേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രെയിനിൻ്റെ സർക്യൂട്ടിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഡോപ്പമൈൻ്റെ ഡെഫിഷ്യൻസി അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രം രോഗം മാറണമെന്നില്ല. പാർക്കിൻസണിസത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചറായ ട്രെമർ, റിജിഡിറ്റി, ബ്രാഡിക്കൈനേഷ്യ, പോസ്റ്റർ പ്രോബ്ലം, ബാലൻസ് പ്രോബ്ലം, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഫിസിയോതെറാപ്പിയിൽ മാനേജ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതൊന്നും അല്ലാതെ ഒരു പ്രത്യേക പ്രോഗ്രാം ഈ പാർക്കിൻസണിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ലീ സിൽവർമാൻ വോയിസ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ LSVT. ഈ അസുഖത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ബ്രെയിന് നമ്മുടെ മൂവ്മെൻറ്റ് മേളിലുള്ള കൺട്രോള് അതൊരു തെറ്റായ രീതിയിലായി പോവുകയാണ് ചെയ്യുന്നത്. അതായത് മസിൽസൊക്കെ എങ്ങനെ മൂവ് ചെയ്യണം, എത്ര ഫോഴ്സ് എടുത്ത് മൂവ് ചെയ്യണം, എത്ര സൈസ് എടുത്ത് മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ ഒരു ഐഡിയ ഒക്കെ തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള മൂവ്മെൻറ്റിന് പകരം വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു നോർമൽ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരു ഇൻറ്റേർണൽ സെൻസ് ഉണ്ട്. ഒരു നോർമൽ മൂവ്മെൻറ്റിനെ പറ്റി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു ലൂപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഉണ്ട്. അത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സർസൈസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു ക്രൂഷ്യലായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ബ്രാഡിക്കൈനേഷ്യ, സ്ലോനെസ് ഓഫ് മൂവ്മെൻറ്റിനെ കൗൺട്രാക്റ്റ് ചെയ്യുക. അതായത് ഈ അസുഖത്തിൻ്റെ ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത് സ്ലോനെസ്സും അതുപോലെ തന്നെ സ്മോളുമാണ്. മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പതുക്കെ ആയിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ ആ ഹോൾമാർക്കിനെ കൗൺട്രാക്റ്റ് ചെയ്യാനുള്ള എക്സർസൈസാണ് നമ്മൾ ചെയ്യുന്നത്. ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള, സ്മൂത്തായിട്ടുള്ള, കോർഡിനേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ ഇനഫ് ഡോപ്പമൈൻ നമുക്ക് വേണം. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് സിഗ്നൽസ് കൊടുക്കുന്നത്. പക്ഷേ ആ കറക്റ്റായിട്ടുള്ള സിഗ്നൽസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് സ്പീഡ് കുറയും, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്, ആ മൂവ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ബ്രെയിനെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബിഗ് മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് ബൈപ്പാസ് ചെയ്യണം. എന്ത് ഫോൾട്ടി ആയിട്ടുള്ള ഒരു മോട്ടോർ കൺട്രോളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ബൈപ്പാസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിനെ നമ്മൾ റീട്രെയിൻ ചെയ്യുകയാണ് ഫോഴ്സ്ഫുള്ളായിട്ട്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ബിഗ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ബിഗ് മൂവ്മെൻറ്റ് അത് ചെയ്യാനായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇൻറ്റൻസീവായിട്ട് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ആ പേഷ്യൻറ്റിനെ റീകാലിബ്രേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ സെൻസറി പെർസെപ്ഷനെ റീകാലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ബിഗ് മൂവ്മെൻറ്റ് അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇവൻച്വലി ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഡെയിലി റൊട്ടീനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫങ്ഷണാലിറ്റിയും സേഫ്റ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. ഈ ചെറിയ ഷഫിലിംഗ് സ്റ്റെപ്സ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് പുവർ ബാലൻസ് ആണ്, വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവരുടെ ആം സ്വിങ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ സ്വിങ് ചെയ്യാറില്ലായിരിക്കും. അതും അവരുടെ ബാലൻസിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡെയിലി ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ട്, അത് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ കസേരയിൽ നിന്ന് എണീക്കാനായിട്ടും, ഒന്ന് നിന്നിട്ട് തിരിയാനായിട്ടും, ഒരു ഒബ്ജക്റ്റ് എടുക്കാനായിട്ടും ഒക്കെ അവർക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ബിഗർ മൂവ്മെൻറ്റ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, റിപ്പീറ്റഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഗെയ്റ്റും അവരുടെ ബാലൻസും, ഗെയ്റ്റ് എന്ന് ഉദ്ദേശിച്ച് നടത്തത്തിൻ്റെ രീതിയും ബാലൻസ് കൂടുന്നതിനും അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് കൂടുതൽ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തിങ്ക് ബിഗ്. ആ പ്രിൻസിപ്പിളാണ് ഇവിടെ LSVT ബിഗ് എന്ന് പറയുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. ഒരു ഫോൾട്ടി ലൂപ്പ് പാറ്റേണിലാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ലോ ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് പാറ്റേൺ നമ്മൾ മാറ്റുന്നു. അതിന് പകരം നമ്മൾ നല്ല ഫോഴ്സ് കൊടുത്ത് നല്ല ആംപ്ലിറ്റ്യൂഡുള്ള നല്ല മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എക്സർസൈസൊക്കെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോയിലൂടെ അങ്ങനെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ രോഗിയുടെയും അവസ്ഥ, അവർ കടന്നു പോകുന്ന അവസ്ഥ അസസ് ചെയ്ത് എക്സർസൈസ് മനസ്സിലാക്കി കൊടുത്ത് ഈ പറഞ്ഞ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാറ്റി അതിനെ ഒരു ബിഗ് ആംപ്ലിറ്റ്യൂഡ് മൂവ്മെൻറ്റിലേക്ക് മാറ്റാനായിട്ട് കുറച്ച് നല്ല എഫേർട്ടും നല്ല ഗൈഡൻസും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇനി കൂടാതെ ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ LSVT എന്ന് പറയുന്നതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, ഇത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ധാരാളം എവിഡൻസ് ഉണ്ട്. അത് 1-2 ടൈറ്റിൽസ് നമുക്കിപ്പോൾ കാണാവുന്നതാണ്. സ്പീച്ചിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ LSVTയുടെ സ്പീച്ച് തെറാപ്പി പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് രോഗത്തിൻ്റെ പല ഘട്ടത്തിലും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് ന്യൂറോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെ പല ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിലും നമ്മളെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും രോഗത്തിൻ്റെ കാഠിന്യം കൂടുന്നതിന് മുമ്പ് തന്നെ ഇവരെയൊക്കെ സമീപിച്ച് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി എടുക്കാൻ ശ്രദ്ധിക്കുക.